ഈ അനുഗ്രഹീതമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയുള്ള ബന്ധത്തിൽ നമുക്ക് വീണ്ടും ഈ രാത്രിയില് രണ്ട് ടൈം സോണിൽ എടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും കർത്താവ് നമുക്കിടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഷായിച്ചാനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഈ സൂമിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്ധിയിൽ ഇരിക്കാം. 40 നമ്മള് ജോസഫ് ഇസ്രായേലിലേക്ക് വരികയാണ്. അവിടെ നിന്നുകൊണ്ട് ക്ഷാമം വരുന്നു. ക്ഷാമം വരുമ്പോൾ പാണ്ഡ്യശാലകൾ തുറക്കുന്നു. ഇതിനിടയ്ക്ക് നടന്ന ഒരു കാര്യമാണ്, അവര് തൻ്റെ സഹോദരന്മാർ വരികയാണ്. പക്ഷെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്താതെ അവരെ വിളിച്ചുകൊണ്ട് വരികയും എന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ 3-ാം ദിവസം ജോസഫ് അവരോട് പറയുന്നുണ്ട്, 42-ാമത്തെ അധ്യായത്തില്, നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ സഹോദരൻ കാരാഗൃഹത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ധാന്യം കൊണ്ടുപോകാൻ പറയുന്നു. അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ 42-ന്റെ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അതിനായി നിങ്ങളുടെ വാക്ക് ശരിയെന്ന് തെളിയും, നേരം തെളിയും, നിങ്ങൾ മരിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ തമ്മിൽ പറഞ്ഞു. എന്നാൽ അവർ തമ്മിൽ പറയുകയാണ്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാണ്. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് തന്നിരിക്കുന്നെന്ന് തമ്മിൽ പറഞ്ഞു. അതിന് രൂപൻ പറയുന്നു, ബാലിനോടും ദോഷം ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇത് അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നെന്ന് പറഞ്ഞു. ജോസഫ് അവരോട് സംസാരിച്ച ദ്വിഭാഷ മുഖാന്തരമായിരുന്നു കൊണ്ട് അവൻ ഇത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. അവർ തമ്മിൽ പറയുകയാണ്, അവന്റെ പ്രാണസങ്കടം കേട്ടില്ല. ട്രാൻസ്ലേറ്റർ മുഖാന്തരമാണ് ജോസഫ് അവരോട് സംസാരിച്ചത് കൊണ്ട് ജോസഫിന് ഇവരുടെ ഭാഷ അറിയാം, എബ്രായ ഭാഷ അറിയാമെന്ന് അവർക്കറിയില്ല. പക്ഷെ അവരും പറയുന്നത് കേട്ടു. അവന്റെ പ്രാണസങ്കടം കേട്ടാറെ, അവൻ കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണസങ്കടം കണ്ടാറെ നാം കേട്ടില്ലോ എന്ന് പറഞ്ഞ വാക്ക് അവരെ ഓർത്ത് കരയുകയാണ്. അവർ അവനെ വിട്ടു മാറിപ്പോയി കരയും. എന്നിട്ട് അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി പുറപ്പെടുകയാണ്. എന്നിട്ട് വഴി വെച്ച് അവർ ചാക്കഴിച്ചപ്പോൾ ചാക്കിന്റെ വായിക്കല് ദ്രവ്യം ഇരിക്കുന്ന കണ്ടു. എന്നിട്ട് അവര് വീണ്ടും പോവുകയാണ്. ആ കാര്യം അവൻ കനാൻ ദേശങ്ങളുടെ അപ്പൻ്റെ അടുക്കിലെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചാക്കടിക്കുമ്പോൾ ഓരോരുത്തരുടെ ചാക്കിൽ അവനവന് പണക്കെട്ടിരിക്കുന്നു. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാലെ ഭയപ്പെട്ടു പോയി. അവരുടെ അപ്പനായ യാക്കോബ്, നിങ്ങളുടെ മക്കളില്ലാത്തവർക്ക് ജോസഫ് ഇല്ല, ഇപ്പൊ ശിമിയോൻ അവിടെ ആക്കിയിരിക്കുകയാണ്, ബെന്യാമനെ നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ രൂപ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാം, ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരും. ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരാത്ത പക്ഷം എൻ്റെ 2 പുത്രന്മാരെ കൊന്നുകളക എന്ന് പറയുകയാണ്. എന്നാൽ അവൻ എൻ്റെ മകൻ നിങ്ങളോട് കൂടെ പോരുകയും അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അതായത് ജോസഫും ബെന്യാമീനും. ജോസഫും മരിച്ചെന്നുള്ള ചിന്തയിലായിരിക്കുക. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്നെ നിറയെ ദുഃഖത്തോടെ അതായത് തന്നേറെ ഇഷ്ടപ്പെട്ട റാഹേലി കിട്ടിയ 2 മക്കള്. ജോസഫ് ഇപ്പം ഇസ്രായേലിലാണെങ്കിൽ അവനോട് ഉണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് അവനെന്തെങ്കിലും കൂടെ സംഭവിച്ചാൽ നിങ്ങൾ എന്നെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കും. അങ്ങനെ വീണ്ടും 43-ാം അധ്യായത്തില് ക്ഷാമം വരുന്നു, ധാന്യം തീരുന്നു, പോയേ ഒക്കത്തുള്ളൂ. പോകുമ്പോൾ അവർ പറഞ്ഞ് ഇനി ചെന്നിട്ട് കാര്യമില്ല, ശിമയോൻ അവിടെ കിടക്കുന്നു, ഇനി പോകണമെങ്കിൽ ഒറ്റ കാര്യം, ബെന്യാമീനെ കൊണ്ടുപോകണം. അതുകൊണ്ടോ ഒരു കാരണവശാലും നടക്കത്തില്ല എന്ന് പറയുക. അങ്ങനെ ബെന്യാമീനുമായിട്ട് അവര് പോകാനുള്ള ആ ഒരു ക്രമീകരണങ്ങൾ ചേരുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവർക്ക് അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യം കൊടുത്ത് ബെന്യാമിനെയും കൂട്ടി പുറപ്പെട്ടും ഇസ്രായേൽ ചെന്ന് ജോസഫിനെ പറഞ്ഞു. അപ്പോൾ ബെന്യാമിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവര് ഗ്രഹവിചാരകന്മാരോട്, നീ പുരുഷന്മാരെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഉച്ചയ്ക്ക് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകാൻ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞു. ജോസഫ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. 43-ന്റെ 16 വരെയുള്ള വാക്യം. ജോസഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ജോസഫിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ
മടങ്ങി വന്ന ദ്രവ്യവും നിമിത്തവും നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതുകളെ എടുത്തുകൊള്ളേണ്ടതിന് ആകെ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ജോസഫിന്റെ ഗ്രഹവിചാരന്മാർ അടുക്ക ചെന്ന് വീട്ടുവാതിക്കൽ വെച്ച് അവിടെ സംസാരിച്ചു. യജമാനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരിക്കുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തരുടെ ദ്രവ്യം മുഴുവൻ അവനവന്റെ ചാക്കിന്റെ വായിക്കലുണ്ടായി. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതിനവർ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടണം. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിന്ന് നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ശിമിയോനെ അവിടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അവർ ജോസഫിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നു. വെള്ളം കൊടുത്തു, കാലുകളെ കഴുകി, അവിടെ കഴുതുകൾക്ക് തീയും കൊടുത്തു. ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴൊക്കെ അവർ കാഴ്ച ഒരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം അവിടെയെന്ന് അവർ കേട്ടിരുന്നു. ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടുവന്ന് അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. കണ്ടോ? 43:25. വീണ്ടും സാഷ്ടാംഗം നമസ്കരിച്ചു. ദർശനങ്ങൾ നിറവേറുകയാണ്. അവരോട് കുശലപ്രശ്നം ചെയ്തു. ആദ്യം ചോദിച്ചത് അപ്പന്റെ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞ ബുദ്ധൻ, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കും ചോദിച്ചു. അതിനവർ, ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന് സുഖം തന്നെ. ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാൻ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങൾ ഒളിഞ്ഞ് നമസ്കരിക്കും. പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു. ഇളയ സഹോദരൻ ചോദിച്ചു, ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനിയനെ നോക്കി ഏറ്റവും ഇളയ അനിയൻ മകനെ എന്ന് പറഞ്ഞു. ജോസഫിനെ മനസ്സുരുകിയത് കൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട സ്ഥലം അന്വേഷിച്ച് അറിയിച്ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. ഈ ഭാഗത്ത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി ഒരു എക്സസൈസ് പോലെ നോക്കണം. എത്ര പ്രാവശ്യം ജോസഫ് കരഞ്ഞെന്ന്, അറിയിച്ചെന്ന്, ബന്ധപ്പെട്ട് കരഞ്ഞു. പിന്നെ മുഖം കഴുകി പുറത്തു വന്നു തന്നെത്താൻ ഇടയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു പറഞ്ഞു. അങ്ങനെ അവർക്ക് പ്രത്യേകം അവനോട് രക്ഷിക്കുന്ന പ്രത്യേകം കൊണ്ടുവച്ചു. ഇസ്രായേൽ ഇവരോട് കഴിക്കാറില്ല. കാരണം അവര് ഇടയന്മാരെ അവർക്ക് അറപ്പായതുകൊണ്ട് കഴിക്കാറില്ല. എന്നിട്ട് വീണ്ടും 44-ാം അധ്യായത്തിൽ ചാക്ക് നിറച്ച് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള പാനപാത്രവും അവന്റെ ധാന്യ വിലയും വെക്കുക എന്ന് പറഞ്ഞു. ജോസഫ് കൽപ്പിച്ചതുപോലെ ചെയ്തു. നേരം വെളുത്തപ്പോൾ കഴുതലുമായി യാത്ര തിരിച്ചു. ദൂരത്താകുമ്പോൾ ജോസഫ് തന്റെ ഗ്രഹവിചാരന്മാരോട് വീണ്ടും ചെയ്യുകയാണ്. പുറകെ ചെല്ലാൻ പറഞ്ഞു. ഒപ്പം എത്തുമ്പോൾ അവർ, നിങ്ങളോട് നന്മയ്ക്ക് പകരം തിന്മ എന്നുണ്ട്. അതിനാലല്ലോ എൻ്റെ യജമാനൻ കുടിക്കുന്നത് പാനപാത്രം, യജമാനൻ കുടിക്കുന്ന പാനപാത്രമാണ്. ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. ഞങ്ങളുടെ പാനപാത്രം കാണുന്നില്ല യജമാന്റെ. ഇവര് പോയി കഴിഞ്ഞപ്പോൾ പുറകെ പോവുകയും എന്താ പറഞ്ഞ യജമാൻ ഇങ്ങനെ പറയുന്നത് എന്താ, ഈ വക കാര്യം അടികൾ ഒരു നാളും ചെയ്യുകയില്ല. കാരണം അവരറിഞ്ഞിട്ടില്ല, അവർ ചെയ്തിട്ടില്ല. ഞങ്ങൾ കനാൻ ദേശത്ത് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നല്ലോ. പിന്നെ ഞങ്ങൾ നിന്റെ യജമാന്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കും. അടിയങ്ങളുടെ ആടെയെങ്കിലും കണ്ടാൽ അവർ മരിച്ചു കേട്ടെ, ഞങ്ങൾ യജമാൻ അടിമകളായിക്കൊള്ളാന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന പോലെ ആകട്ടെ, അത് ആരുടെ പക്കൽ കാണുന്നു അവർ എനിക്ക് അടിമയാകും. നിങ്ങൾ കുറ്റമില്ലാത്തവരെ. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തർ താന്താന്റെ ചാക്ക് കഴിച്ചു. മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റെ വരെ ചോദന കഴിച്ചു. ബെന്യാമിന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിൽ മടങ്ങിച്ചു. കണ്ടോ? ബെന്യാമിനെ തിരിച്ചു കൊണ്ടുചെല്ലത്തിൽ നിന്ന് അപ്പം വിട്ടത്. യഹൂദ പറഞ്ഞ, എൻ്റെ മക്കൾ മരിച്ചു പോട്ടെ, എന്തെങ്കിലും പറ്റിയെങ്കിൽ ഞാൻ നോക്കാം. അങ്ങനെ കൊണ്ടുവന്ന ഇപ്പൊ താണ്ട് ബെന്യാമിന്റെ ചാക്കിൽ തന്നെ പാനപാത്രം. അനിയനെ കൂടെ നിർത്താനുള്ള ഒരു ചെറിയ കുറുക്ക് വഴിയാണ്. പക്ഷെ യഹൂദ ഇവിടെ ഇടപെട്ടു. ജോസഫിന്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെ അവിടെ തന്നെ ആയിരുന്നു, എങ്ങോട്ടും പോകാതിരിക്കുക. ഇവർ വരുമെന്നറിയാം. അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. വീണ്ടും സാഷ്ടാംഗം വീണു. ജോസഫ് അവരോട്, നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെപ്പോലുള്ള ഒരു ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? അതിന് യഹൂദ, യജമാനോട് ഞങ്ങൾ എന്ത് പറയേണ്ടത്, എന്ത് ബോധിപ്പിക്കേണ്ടതും, എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കണം? ദൈവമാണ് നിങ്ങളുടെ അകൃത്യം കണ്ടെത്തി. കണ്ടോ? ദൈവം ഞങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ജോസഫ് പ്രാണവേദന കൊണ്ട് കെഞ്ചിയപ്പോൾ അവര് അത് ഓർത്തില്ല. അകൃത്യം കണ്ടെത്തി. ആരുടെ കയ്യിൽ പാത്രം കണ്ടു അവനും തന്നെ എന്ന് പറഞ്ഞു. അതിനവൻ, അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടു അവൻ തന്നെ എൻ്റെ അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ അപ്പൻ്റെ അടുക്ക പോകണം പറഞ്ഞു. ബെന്യാമിൻ മാത്രം ഇവിടെ നിന്നാൽ മതി. ആരുടെ പക്കലാ പാത്രം കണ്ടത്? ബെന്യാമിൻ്റെ. അപ്പൊ യഹൂദ അടുത്തെന്ന് പറഞ്ഞു, യജമാനെ, അടിയൻ യജമാനോട് ഒന്നും ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയന് നേരെ കോപം ചൊലിക്കരുത്. യജമാൻ ഫർവോന്റെ പോലെ അല്ലല്ലോ. നിങ്ങൾക്ക്
അപ്പനോ സഹോദരനെ എന്ന് യജമാൻ അടിയോട് ചോദിച്ചു. അതിന് യജമാനൻ ഞങ്ങൾക്ക് ബദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്ക് ജനിച്ച ഒരു മകനുമുണ്ട്. അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പന്റെ ഇഷ്ടനാകുന്നെന്ന് പറഞ്ഞു. ജോസഫിനോടാ പറയുന്നത്. ഒരാളുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. അപ്പന്റെ ഇഷ്ടനായിരുന്നു, മരിച്ചുപോയി. ഇനി ഒറ്റ ഒരുത്തും എന്ത് വിഷമിച്ചായിരിക്കും കേൾക്കുക. അവൻ മരിച്ചുപോയി. അപ്പോൾ യജമാൻ അടിയങ്ങളോട് എനിക്ക് കാണേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരും കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനും ബാലൻ അപ്പനെ പിരിഞ്ഞാൽ അപ്പം മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതിന് യജമാൻ ഞങ്ങൾ അടിയങ്ങളോട് നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോട് കൂടെ വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ലെന്ന് കൽപ്പിച്ചിട്ടിരുന്നു. അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെന്ന് യജമാന്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം കൊണ്ടുകൊള്ളുന്നു നമുക്ക് കൊള്ളുകയും അതിന് ഞങ്ങൾക്ക് പോയിക്കൂടാ. അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. അനുജൻ ഇല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ അടിയാനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു. നിങ്ങൾ അറിയേണ്ട ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി അവനെ പറിച്ച് കീറിപ്പോയി നിശ്ചയം ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട്, അപ്പ ജോസഫിനോടാ പറയുന്നത്, നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്നെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാകും. ഞങ്ങൾ അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കുകൊണ്ട് ബാലിൽ നിന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അവിടുത്തെ അടിയനായ അപ്പന്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട് അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാനും എന്നും അപ്പനെ കുറ്റക്കാരനുള്ളെന്ന് പറഞ്ഞു. അപ്പനോട് ബാലിന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലിന് പകരം അടിയൻ യജമാൻ അടിമയായി ഇരുപ്പാനും ബാലൻ സൗരന്മാരെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെ ഇല്ലാതെങ്കിൽ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. അപ്പോൾ ജോസഫ് ചുറ്റും നിൽക്കുന്നതിന് മുമ്പിൽ തന്നെത്താൻ അടക്കാൻ കഴിയാ ആ സഹോദരനോടാ പറയുക, ആ മകൻ മരിച്ചുപോയി, ആ അനിയൻ മരിച്ചുപോയി, അമ്മയുടെ 2 മക്കളുണ്ടായിരുന്നു, ഒരുവരെ മരിച്ചുപോയി. ജോസഫിനോട് പറയും, തന്നെത്താൻ അടക്കാൻ കഴിയാതെ എല്ലാവരെയും പുറത്താക്കിയിട്ട് അവൻ ഉച്ചത്തിൽ കരഞ്ഞു. വീണ്ടും കരയുക, ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമിലും ഗ്രഹവും അത് കേട്ടു. അവൻ സഹോദരന്മാരോട്, ഞാൻ ജോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നു എന്ന് ചോദിച്ചു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധി ഭ്രമിച്ചു പോയത് കൊണ്ട് ഉത്തരം പറയത്തില്ല. ഞാൻ ജോസഫ് ആകും. പേടിച്ചു പോയി. പ്രേതം വന്ന് നിൽക്കുന്ന പോലെ, മരിച്ച വ്യക്തി നിൽക്കുന്ന പോലെ താണ്ട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുക. അവർ ഞെട്ടി. ജോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുന്നു പറഞ്ഞു, ഇത്രയും വിറ്റവരെ നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു. എന്നാൽ ഈ വാക്യമാണ് പ്രധാനപ്പെട്ട ഒരു ദൂത്. ഇന്നത്തെ അടിവരയിടണം. 5-ാം വാക്യം, എന്നാൽ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കാൻ വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. കണ്ടോ, ഇവര് വിറ്റത് ആരായിട്ടാ? അടിമയായിട്ട്. കൊട്ടക്കണ്ടിയിട്ടു, അസൂയ മൂത്തു. പക്ഷെ ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ എന്തായിരുന്നു? ദൈവം ജീവരക്ഷയായി എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. ഭയങ്കര വാക്ക. ഇവര് വിറ്റത് ആരായിട്ടാ? അടിമയായിട്ട്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അവർക്ക് വേണ്ടി, അവർക്ക് മുമ്പായിട്ട് അയച്ചു. അടിമയായിട്ടാണ് അയച്ചതെങ്കിലും ദൈവം അത് മുമ്പായിട്ട് അയച്ചതാണ്. ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ്. മനുഷ്യൻ നമ്മളെ ചിലപ്പോൾ പലതും ചെയ്യും, ഒതുക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി ഒക്കെ പലതും ചെയ്യിക്കുമായിരിക്കും. പക്ഷെ ദൈവം അതെല്ലാം മുമ്പായിട്ട് അയക്കുക. എന്തൊരു വാക്കാണ്! നിങ്ങൾ അയച്ചത് അടിമയായിട്ടാ. പക്ഷെ നിങ്ങൾ അയച്ചപ്പോ അതിന്റെ പിന്നിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ അയച്ചത് അടിമയായിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ മുമ്പേ അയക്കാം. ഹല്ലേലൂയ. കാരണം ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് 2 സംവത്സരമായി. ഇനി 5 വർഷം കൂടെ ക്ഷാമം വരും. അരുളപ്പാടുണ്ട്. ദൈവം നിങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ അയച്ചിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു പക്ഷേ രോഗിയായിട്ടായിരിക്കാം നമ്മളെ ഒരു ഹോസ്പിറ്റലിലേക്ക് വിടുക. ദൈവം ചിലത് മുമ്പായിട്ട് അയക്കുക. ഒരു പ്രയാസത്തിലായിരിക്കും നമ്മളെ ദൈവം ഒരു സ്ഥലത്തോട്ട് വിടുന്നത്. പക്ഷെ ദൈവം മുമ്പായിട്ട് അയക്കുക.
നിങ്ങൾ എന്നെ അടിമയായിട്ട് അയച്ചു. ദൈവം എന്നെ നിങ്ങൾക്ക് വേണ്ടി മുമ്പായി അയച്ചു. നിങ്ങൾ എന്നെ അടിമയായിട്ട് അയച്ചു. പക്ഷെ അതിനകത്ത് ദൈവം അനുവദിച്ച് എന്നെ നിങ്ങൾക്ക് വേണ്ടി മുമ്പായിട്ട് അയച്ചു. ആരടിമയായിട്ട് അയച്ചോ അവർക്ക് വേണ്ടി മുമ്പായിട്ട്. ദൈവം ആരാ? ദൈവം ആരാ? ഈ അടിവരയിട്ടത് പഠിക്കണം. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. നിങ്ങൾ എന്നെ വിറ്റതാണ്, പക്ഷെ ദൈവം എന്നെ മുമ്പായിട്ട് അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വീണ്ടും കെട്ടിപ്പിടിച്ച് കരയാണ്. അവൻ തന്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരയും. ബെന്യാമിൻ അവനെ കെട്ടിപ്പിടിച്ച് കരയും, ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ എല്ലാവരും ജോസഫിന്റെ സഹോദരന്മാർ വന്നെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കും പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്ത് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരും. എല്ലാ സഹോദരന്മാർക്കും അവിടെ മക്കളുണ്ട്, അവിടെ ഭാര്യമാരുണ്ട്, എല്ലാവർക്കും വേണ്ടി രഥങ്ങൾ അയച്ചു. നിങ്ങളുടെ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. മിസ്രയീം ദേശത്തേക്കുള്ള നന്മ നിങ്ങൾക്കുള്ളതാ. നിങ്ങൾ എന്നെ അടിമയായിട്ട് വിറ്റില്ലേ, വിറ്റ് കളഞ്ഞില്ലേ, പക്ഷെ ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായിട്ട് അയച്ചു. എന്തിനാ? ഈ നന്മ അനുഭവിക്കാൻ. അങ്ങനെ ചെയ്തു. ജോസഫ് അവർക്ക് അർവന കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു. അങ്ങനെ രഥങ്ങളെ പെൺകഴുതൽ പുറത്തും എല്ലാം ആയിട്ട് പോവുകയാണ്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, 24 അവസാനം, നിങ്ങൾ വഴി വെച്ച് ചണ്ട കൂടരുത് അവരോട് പറഞ്ഞു. മക്കളൊക്കെ ഉള്ള സഹോദരന്മാരാ. മൂത്താക്ക് ഇപ്പം നല്ല ജോസഫിന് തന്നെ ഇപ്പം എത്ര വയസ്സായി? 30 വയസ്സ് കഴിഞ്ഞ് 32 വയസ്സായി. അപ്പൊ മൂത്തവൻ എത്ര വയസ്സ് കാണും? 19 വയസ്സുണ്ട്. പക്ഷെ ഇമാരിപ്പോഴും വഴക്ക് നിർത്തിയിട്ടില്ല. ഒറ്റ കാര്യം പറഞ്ഞു, വഴി വെച്ച് ചണ്ട കൂടല്ലേ. അങ്ങനെ മിസ്രയീം ദേശത്ത് പുറപ്പെട്ടു. അപ്പൻ ഇതെല്ലാം കാണുക. അപ്പന് വിശ്വസിക്കാൻ വയ്യ. പക്ഷെ രഥങ്ങളെ കണ്ടു, വീണ്ടും ചൈതന്യം വന്നു. എന്നിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ പ്രായമുള്ള യാക്കോബ് ഇസ്രായേലായി. എവിടാ? നമുക്കറിയാം. യാബോക്കിന്റെ കടൽ തീരത്ത് വെച്ച് ദൈവം അവന്റെ പേര് മാറ്റി. വളരെ പ്രായമായി. എന്നാൽ താൻ വരുന്ന വഴിക്ക് ദൈവത്തിന് യാഗം കഴിച്ചു. ഇസ്രായേലിനെ ഇത്ര കൃത്യമായിട്ട് ദൈവം പറയോ? യാക്കോബ് പേര് വിളിച്ച് വ്യക്തിപരമായിട്ട് സംസാരിക്കുക. യാക്കോബേ, യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. നീ മിസ്രയീം ദേശത്തേക്ക് പോകാൻ ഭയപ്പെടേണ്ട. അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നോട് മിസ്രയീമിലേക്ക് പോരും. കണ്ടോ? ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും. ഞാൻ നിന്നെ മടക്കി വരുത്തും. അടുത്തത്, ജോസഫ് സ്വന്തം കൈ കൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്നും അറിയിച്ചു. ഈ ജോസഫിന് വേണ്ടിയല്ലേ ഇത്രയും നാളും സങ്കടപ്പെട്ടു. അവൻ ജീവനോടിരിക്കുന്നു. ആരും മരിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നവരെ കർത്താവ് ഒരു മനുഷ്യനോട് പറയുക, പേര് വിളിച്ചിട്ട് പറഞ്ഞു, നീ മരിക്കുമ്പോൾ നീ ഇഷ്ടപ്പെട്ട നിന്റെ മകൻ നിന്റെ കണ്ണടയ്ക്കും. ഇതിൽ കൂടെ കർത്താവ് എന്താ സംസാരിക്കുന്നത്? ഇത്ര കൃത്യമാണ് ദൈവത്തിന്റെ ബന്ധം. യാക്കോബേ, ഞാൻ ദൈവ. നമ്മളോടൊക്കെ ദൈവം ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചത്തുപോത്തില്ലേ? ദൈവ, നീ പേടിക്കണ്ട, നീ പോകുന്ന വഴി നിന്റെ കൂടെ ഞാൻ കാണും. അങ്ങനെ ഞാൻ അവിടെ വലിയ ജാതിയാക്കും. നീ മരിക്കുമ്പോൾ ജോസഫ് വന്നിട്ട് കണ്ണടയ്ക്കും. ദൈവത്തിന്റെ സ്നേഹോർത്ത് ഇന്നും ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കും. ഞാൻ ദൈവം, നിന്റെ കണ്ണടയ്ക്കാൻ നിന്റെ മോനെ വരെ ഞാൻ ആക്കും. അങ്ങനെ യാക്കോബ് പുറപ്പെട്ടു പോവുകയാണ്. അവരെത്ര പേരുണ്ടെന്ന് അവിടെ കാണുന്നുണ്ട്. ആകെ 70 പേർ. അവരെയാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത്. 6 ലക്ഷം കാലങ്ങളായിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടു പോകുന്നത്. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഈ 70 പേര് 400 വർഷം കൊണ്ട് വർദ്ധിക്കുക. അപ്പം വരുന്നത് കണ്ടപ്പോൾ
ജോസഫ് ഓടിച്ചെന്ന് എതിരേൽപ്പാൻ ഗോശനിൽ ചെന്നു. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിങ്ങളത് അണ്ടർലൈൻ ചെയ്യണം. എത്ര വട്ടം ജോസഫ് അപ്പനെ കെട്ടിപ്പിടിച്ചു, സഹോദരന്മാരെ കെട്ടിപ്പിടിച്ചു, ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു, തന്നെത്താൻ അടക്കാൻ കഴിയാതെ കരഞ്ഞു. എന്നാൽ എവിടെ താമസിക്കണമെന്ന് വെച്ചപ്പോൾ അവർ ഗോശനിൽ പാർപ്പാൻ സംഗതി. ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്ക് വെറുപ്പം. അങ്ങനെ ജോസഫ് എല്ലാം കൂടെ ചെന്നിട്ട് 47-ാം അധ്യായത്തിൽ ഫറവോനെ കാണാൻ പോകും. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, എത്ര വയസ്സായി? എൻ്റെ പരദേശ പ്രയാണം 130 സംവത്സരം, എൻ്റെ ആയുഷ്കാലം ചുരുക്കമുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ കൂടെ എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ അടുത്ത കാര്യം, ഈ ക്ഷാമം വരികയാണ്. അപ്പം പണം തീർന്നു. മിസ്രൈമിൽ പണം തീർന്നപ്പോൾ ഇനി എന്ത് ചെയ്യും? ആൾക്കാരോട് പറഞ്ഞു, ശരി, നിങ്ങളുടെ ആടുമാടുകളെയെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ആടുമാടുകളെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ എന്ത് തീർന്നു? ആടുമാടുകൾ തീർന്നു. അപ്പോൾ ഫറവോൻ റിച്ച് ആവുക. ജോസഫിന്റെ ബുദ്ധി കണ്ടോ? ഇനി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ ഇനി വസ്തുവുണ്ട്. ശരി, വസ്തു കൊണ്ടൊന്ന് ഫറവോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വസ്തു കൊണ്ടൊന്ന് ഫറവോയ്ക്ക് കൊടുത്തു. അതാണ് 20-ാം വാക്യം 47. ജോസഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി. പക്ഷെ അവിടെ പുരോഹിതന്മാരുടെ നിലം മാത്രം വാങ്ങിയില്ല. നിലം വാങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിട്ട് അവസാനം ജോസഫിന്റെ സ്ട്രാറ്റജി ഉണ്ട്, ഭയങ്കര സ്ട്രാറ്റജിയാണ്. ജോസഫ് എന്നിട്ട് ഈ നിലം അവർക്ക് തന്നെ കൊടുത്തു. ആർക്ക്? ജനത്തിന് തന്നെ. അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങി, അവർക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷെ നിലയ്ക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, ഇനി നിലം നിങ്ങളുടേതല്ല, ഫറവോയുടെയാണ്. പക്ഷെ ആ നിലം നിങ്ങൾക്ക് തന്നെ തരിക. അതായത് ലാൻഡ് ബിലോങ്സ് ടു ദ ഗവൺമെന്റ്. ഈ ഒരു പോളിസി വന്നത് അവിടെ നിന്നായിരിക്കണം. നമുക്കെന്നറിയാം, പൊതുജന ആവശ്യത്തിന് വേണ്ടി ഗവൺമെന്റിന് ഏത് സ്ഥലം എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാം. അതൊരു നിയമമാണ്. നമുക്ക് താൽക്കാലം ലാൻഡ് ബിലോങ്സ് ടു ദ ഗവൺമെന്റ് ആണ്. പക്ഷെ വേദപുസ്തക പ്രമാണത്തിൽ ലാൻഡ് ബിലോങ്സ് ടു ദ ലോർഡ്. നിലം ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ട് ഈ നിലം മേടിച്ചിട്ട് തിരികെ ജനത്തിന് കൊടുത്തു. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ എല്ലാം ദൈവത്തിൻ്റെയാണ്. നമ്മുടെ കാറ്, നമ്മുടെ വസ്തു, നമ്മളെല്ലാം ദൈവത്തിൻ്റെ. ഈ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ദൈവം തിരിച്ചു തരും. തിരിച്ചു തന്നു പറഞ്ഞു, നിങ്ങളെല്ലാം അധ്വാനിക്കണം, പക്ഷെ 5-1 ഫറവോന് കൊടുക്കണം. അങ്ങനെയാണ്. നിങ്ങൾ ഫറവോന് 5-1 കൊടുക്കണം. നമ്മൾ 10-1 കാര്യം പറയുക, പക്ഷെ ഇവിടെ 5-1. 5-1 കൊടുക്കണം. പകുതി ദൈവത്തിനുള്ളത്, രാജാവിനുള്ളത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കേണ്ടത് എല്ലാം ദൈവത്തിൻ്റെതാണ്. നമുക്ക് ദൈവത്തിന് ഇത് സമർപ്പിച്ചിട്ട് ദൈവം നമുക്ക് തിരിച്ചു തരും. നമ്മുടെ ആരോഗ്യം, നമ്മുടെ വസ്തു, നമ്മുടെ വാഹനം, നമ്മുടെ എല്ലാം ദൈവത്തിൻ്റെതാണ്. നമുക്കൊന്നുമില്ല. ദൈവത്തിന് അടിയറവ് പറയുമ്പോൾ ദൈവം അത് തിരിച്ചു തരും. തിരിച്ചു തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് മേടിച്ചിട്ട് ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. 5-1 തിരിച്ചു കൊടുക്കും. ലാൻഡ് ബിലോങ്സ് ടു ദ ലോർഡ്. ഭൂമി ദൈവത്തിൻ്റെതാണ്. എന്നാൽ അവിടെ വലിയൊരു കാര്യം, അവർ പെരുകിയാണ്. അങ്ങനെ ഇസ്രായേൽ മരിക്കാനുള്ള ഒരു പ്രായമായി യാക്കോബ്. അങ്ങനെ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ അടക്കിയിടത്ത് എന്നെ കൊണ്ട് അടക്കണം. ഇനി 48-ാം വാക്യം. ജോസഫ് മരിക്കാറായി, യാക്കോബ് മരിക്കാറായി. അപ്പം ജോസഫ് ചെയ്തത് 2 മക്കളെ എബ്രഹീമും മനശ്ശെയും കൂട്ടിക്കൊണ്ട് യാക്കോബിൻ്റെ അടുക്ക് വന്നു. എന്നിട്ട് യാക്കോബ് ജോസഫിനോട് പറയുക, ദൈവം കനാൻ ദേശത്തിൽ ലൂസി വെച്ച് എനിക്ക് പ്രത്യക്ഷനായി, എന്നെ അനുഗ്രഹിച്ചു. അവൻ നിന്നെ സന്താനം പുഷ്ടിയുള്ളവനാക്കി പെരുകി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദേശം ശാശ്വതവാസി കൊടുക്കുകയും ചെയ്യുന്ന വിളിച്ചു. നിന്റെ ഇവിടെ വെച്ച് ജനിച്ച പുത്രന്മാരെ മനശ്ശെ എബ്രഹീം എനിക്കുള്ളവർ, രൂബേനും ശിമിയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. അപ്പൊ അവരെ കൂടെ അഡോപ്റ്റ് ചെയ്തു ജോസഫിന്റെ സ്ഥാനത്ത് ഈ മക്കളെ. അതിനകത്ത് രൂബേന് അവകാശമില്ല. ജോസഫിന്റെ സ്ഥാനത്ത് ഇവരെ അഡോപ്റ്റ് ചെയ്തു.
12 മക്കളാണ്. അപ്പം അവകാശം വിഭജിക്കേണ്ടത് 13 മൂത്തവന് 2 പോർഷനുണ്ട്. പക്ഷെ രൂപേന് ആദിജാതനാണെങ്കിലും അവൻ കിടക്കെ അശുദ്ധമാക്കി അപ്പൻ്റെ. അതുകൊണ്ട് തന്നെ രൂപന്റെ സ്ഥാനം മാറി. പിന്നെ ആരായിരിക്കണം? ഇഷ്ടയുടെ മക്കൾ ആദിജാതനായിരിക്കുകയും അനിഷ്ടയ്ക്ക് മക്കൾ ഉണ്ടാകുകയും ചെയ്താൽ അനിഷ്ടയുടെ മകൻ ആദിജാതനായിരിക്കണം. പക്ഷെ ആദിജാതനായ രൂപന് അവകാശം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് പിന്നെ ആർക്ക് വരും? ജോസഫിന് വരും. ജോസഫാണ് അടുത്ത ആദിജാതൻ, റാഹേലിനുണ്ടായ ആദിജാതൻ. പക്ഷെ ജോസഫിനെ മാറ്റിയിട്ട് രൂപേനെ ശിമയോനെ എടുക്കും. അങ്ങനെ രൂപേനും ശിമയോനും എനിക്കുള്ളവർ യാക്കോബിന്റെ മക്കളായിട്ട് അവരെ അവകാശികളാക്കി എടുക്കുകയാണ്. അവർ എനിക്കുള്ളവർ. ഇവിടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയും നിനക്കുള്ളതായിരിക്കും. ജോസഫിന്റെ അവകാശത്തിൽ ഇവർക്ക് ഇനിയും വരുന്നത് നിന്റേത്. ഇവരെ ഞാൻ എടുക്കും. മനസ്സിലാകുന്നുണ്ടോ? 12 മക്കള്, രൂപന്റെ 2 അവകാശം, മൂത്തവന് ഡബിൾ പോർഷൻ 13 വിഭജിക്കണം. അതിനകത്ത് മൂത്തവൻ ശിമയോനെ മാറ്റി. പിന്നെ ജ്യേഷ്ഠാവകാശം വരുന്നത് ജോസഫിനാണ്. ജോസഫിന്റെ സ്ഥാനത്ത് ഇവരെ 2 പേരെ കൊണ്ടെടുത്തു. അപ്പൊ വീണ്ടും 13 മാറുകയാണ്. 12. അങ്ങനെ മൂത്ത ജ്യേഷ്ഠാവകാശം ഈ മക്കളിലേക്ക് വരികയാണ്. ഇസ്രായേൽ ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവരാരും ചോദിച്ചു, ദൈവം എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് മങ്ങിയിരുന്നു. വളരെ വലിയൊരു കാര്യം ഇവിടെ കാണുന്നു. കുട്ടികളെ അനുഗ്രഹിക്കുകയാണ്. 14 വാക്യം. ഈ 13 വാക്യം. പിന്നെ ജോസഫ് എബ്രൈനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടം കൈക്ക് നീരുകയും മനശ്ശയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലം കൈക്ക് നീരുമായി ഇങ്ങനെ 2 പേരെ നിർത്തി. ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എബ്രഹിമിന്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനശ്ശയുടെ തലയിലുമായി അങ്ങനെ കൈകളെ പടച്ചു വെച്ചു. വീണ്ടും ഈ അവകാശം മാറുകയാണ്. മൂത്തവനായ മനശ്ശയ്ക്കാണ് കിട്ടേണ്ടത്. പക്ഷെ ഇടം കൈയാണ് മൂത്തവന്റെ മേ വന്നത്. അപ്പം 17 വാക്യം. വലം കൈ എബ്രഹിമിന്റെ തലയിൽ വെച്ചു എന്ന് ജോസഫ് കണ്ടപ്പോൾ അവന് ഇഷ്ടം തോന്നി. കാരണം മനശ്ശയാ മൂത്തത്. എന്തിനാ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത്? അവൻ അപ്പന്റെ കൈ എബ്രഹിമിന്റെ തലയിൽ നിന്ന് മനശ്ശയുടെ തലയിൽ വെപ്പാൻ പിടിച്ചു. ജോസഫ് അപ്പനോട്, അങ്ങനെയല്ല, എൻ്റെ അപ്പ ഇവനല്ലോ ആദ്യം ഇവന്റെ തലയിൽ വലം കൈ വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ എന്ന് പറഞ്ഞ് ഇവനും ഒരു വലിയ ജാതി, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും. അവന്റെ സന്ധി ജനസമൂഹത്തിൽ പറഞ്ഞു. അങ്ങനെ അവൻ അവരെ അനുഗ്രഹിച്ചു. ഇവിടെ കൈകളെ പിണച്ചു വെച്ച് അനുഗ്രഹിക്കുക. 2 കാര്യങ്ങൾ അവിടെ വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാം. കൈകളൊന്ന് പിണച്ചു വെച്ച് വയ്ക്കുക. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെച്ച എന്തോ തോന്നും? ക്രൂശിന്റെ ഒരു ചിഹ്നമില്ല. ഇതാണ് ക്രൂശ്. ക്രൂശിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നെടിയ ഒരു തണ്ട് അതിനെ കുറുകെ വെക്കുന്നു. അപ്പം ഇങ്ങനെ വേണം ധ്യാനിക്കാം. ഈ അപ്പൻ ഈ കൊച്ചുമക്കൾക്ക് ക്രൂശിന്റെ ദർശനം പകർന്നു കൊടുത്തു. ഒത്തിരി ഓടിയതാ ഞാൻ. ഓട്ടമായിരുന്നു ജീവിതം മുഴുവൻ. പക്ഷെ പിടികെട്ടി മക്കളെ, ഇതെല്ലാം നിസ്സാരമാണ്. യാബോക്കിന്റെ കടൽ തീരത്ത് വെച്ച് എന്നെ തോപ്പു. ഓട്ടോ അധ്വാനം എല്ലാം മൃതമാണെന്ന് മനസ്സിലായി. ഇനി വല്യപ്പച്ചനെ മക്കളോട് പറയാൻ ഒരു കാര്യമുണ്ട്. എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും അവന്റെ കുറിച്ച്. ക്രൂശിലല്ലാതെ പ്രശംസിക്കുക. ക്രൂശിന്റെ ഒരു ദർശനം മക്കൾക്ക് കൊടുക്കുക, കൊച്ചു മക്കൾക്ക്. അപ്പൊ എല്ലാ വല്യപ്പന്മാർക്കും ഒരു വലിയ കാര്യം ചെയ്യാറുണ്ട്. എന്ത് കൊടുത്തിട്ട് പോകണം? ക്രൂശിന്റെ ദർശനം കൊടുത്തിട്ട്. വരും തലമുറയ്ക്ക് ക്രൂശിന്റെ ദർശനം. 2ാമത്തെ കാര്യം, ക്രമം തെറ്റിയുള്ളൂ. മൂത്തവനാണ് അനുഗ്രഹം വരേണ്ടത്. പക്ഷെ ഇളവിൻ്റെത് ഓർഡർ അനുസരിച്ചല്ല അനുഗ്രഹം വരുന്നത്. ഓർഡർ അനുസരിച്ചാണ് അനുഗ്രഹം വരുന്നതെങ്കിൽ ഇവിടെ നിന്നിരിക്കുന്ന എത്ര പേർ കർത്താവിനെ അറിഞ്ഞനെ? പക്ഷെ കർത്താവ് ദേശത്ത് തിരഞ്ഞെടുത്തപ്പോൾ ക്രമം തെറ്റി ഒരു വിളി വന്നു. ഓർഡർ അനുസരിച്ചാണ് ഈ വിളി വരുന്നതെങ്കിൽ ഈ വിളി എത്രയോ ഭക്തരായ മനുഷ്യരൊന്നുണ്ട്. അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ കുടിയും പെടയുമായിട്ട് നടന്നൊരു വീട്
കർത്താവ് തൻ്റെ വേലയ്ക്ക് തിരഞ്ഞെടുത്തത് ക്രമം ഓർഡർ തെറ്റിച്ച് വിളിയാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവെ, ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ അന്ന് പ്രസംഗിക്കുന്ന, രാഷ്ട്രീയമൊക്കെ പ്രസംഗിക്കുന്ന പിള്ളേരുണ്ട്, പച്ചിലയും തീ പിടിപ്പിക്കുന്ന ഉശിരൻ പ്രസംഗരുണ്ട്. ദൈവം അവരാരും തിരഞ്ഞെടുത്തില്ല. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ലാംഗ്വേജ് ഫ്ലുവൻസി ഉള്ള പിള്ളേരുണ്ട്. ഗ്രീക്ക്, ഹീബ്രു ഒക്കെ നല്ലപോലെ അറിയാവുന്ന ഫുൾ A+ മേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വചന പ്രസംഗത്തിൽ കർത്താവ് പലരെയും തിരഞ്ഞെടുത്തില്ല. ഓർഡർ തെറ്റിച്ച് ഒരു അനുഗ്രഹം വന്നോണ്ടാ ഞാനും നിങ്ങളൊക്കെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഓർഡർ അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ലൈനിൽ എവിടെ നിന്നേനെ നമ്മൾ? നീതിയുടെയും പിതാക്കന്മാരുടെ നന്മയുടെയും ഒക്കെ ഓർഡർ അനുസരിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഈ ലൈനിൽ എവിടെ നിന്നേനെ? ക്യൂ തെറ്റിച്ച്, ഓർഡർ തെറ്റിച്ച് നമ്മെ വിളിച്ചത്, ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്, അപ്പൻ്റെ മക്കളാക്കിയത്, ഈ നന്മകൾ ചൊരിഞ്ഞത് ദൈവത്തിൻ്റെ കൃപയാണ്. ഓർഡർ തെറ്റിച്ച് അനുഗ്രഹിക്കുക. അവരവനെ അയച്ചു, അടിമയാക്കി. പക്ഷെ ദൈവം അവനെ അവർക്ക് മുമ്പായിട്ട് അയച്ചു. അവരവർക്ക് ഇവന് അടിമയായിട്ട് പോയിട്ട് എവിടെങ്കിലും നശിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, ഞാനത് നന്മയാണ്. വലിയപ്പം കൊച്ചുമക്കൊക്കെ പകർന്നു കൊടുത്തു. ക്രൂശിൻ്റെ ഒരു ദർശനം. ക്രൂശാണ് എല്ലാത്തിനും വരുന്നത്. കുരിശും നിജത്തോളിലേടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണിൻ. കുരിശും നിജത്തോളിലേടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണും. അവനീശസുതൻ മഹിമോദകനാം അവനീശ്വരനിൻ ബഹുവന്ദിതനാ. കുരിശും നിജ തോളിലേന്തി പോകുന്ന കാഴ്ച, ആ ദർശനം യാക്കോബ് ദീർഘദൃഷ്ടിയിൽ കണ്ടു. കൊച്ചുമകളെ വിളിച്ചിട്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞു പറഞ്ഞു, എൻ്റെ പുറം കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അകം കണ്ണിലൊരു കാഴ്ച കാണുന്നുണ്ട്. മക്കളെ, ക്രൂശിന്റെ ദർശനം. 2, ഓർഡർ അനുസരിച്ചായിരുന്നെങ്കിൽ നമ്മൾ ആരും ഈ ലൈനിൽ വരത്തില്ല. ഓർഡർ തെറ്റിച്ച്. ഓർഡർ തെറ്റിച്ച് എന്നെ വിളിച്ചെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു. എല്ലാ അനുഗ്രഹങ്ങളും ഓർഡർ തെറ്റിച്ച്. എന്നിട്ട് ദൈവം നിന്നെ എബ്രഹീമിനെ മനുഷ്യൻ പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലിൽ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് എബ്രഹീമിനെ മനുഷ്യക്ക് മുമ്പാക്കി. ജോസഫ് ഇസ്രായേലിന് പറഞ്ഞു, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടു. എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമ്മൂരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരി കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോസഫ് പോകുമ്പോൾ, യാക്കോബ് പോകുമ്പോൾ ദൈവം ഇടപെട്ടിട്ട് പറയാം, ഞാൻ ദൈവമാണ് ജോസഫെ, ഞാൻ ദൈവമാണ്. നമുക്കൊരു ഫോൺ കോൾ വരിക, പേടിച്ചു പോത്തില്ലേ? ജോസഫെ, ഞാൻ ദൈവമാണ്, നീ പൊക്കോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പിന്നെ നീ മരിക്കുമ്പോൾ നിന്റെ മോനെ കണ്ണടയ്ക്കും, നീ പേടിക്കണ്ട. ഇത്ര ഇന്റിമസ് ആയിട്ട് പറയാൻ ദൈവത്തിന് കഴിയും.
അത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപെടാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 49-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവിടെയാണ് നമ്മൾ കണ്ടത്, രൂപനെ നീ എൻ്റെ ആദിയാണ്. എന്തുകൊണ്ടാണ് ശാപം കിട്ടിയത്? അപ്പൻ്റെ കിടക്കുമേ കയറി. അപ്പൻ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അവനെന്തിനാണ് അത് ചെയ്തത്? അപ്പൻ അമ്മയെ സ്നേഹിക്കാം. അത് ഓർമ്മ കാണും. അപ്പൻ അമ്മയെ സ്നേഹിച്ചില്ല. മകനത് വൈരാഗ്യമായി. മകനത് വൈരാഗ്യമായതുകൊണ്ട് വയസ്സിൽ അപ്പൻ അമ്മയെ മോനെ പ്രാഗിയാണ്, രൂപേനെ. 2 ലേവിയും ഷിമിയോനും അവരാണ് ദീനായുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ കൊന്നത്. അതുകൊണ്ട് പറയുക, അവിടെ മന്ദനത്തിൽ കൊടുങ്ങരുതേ. പിന്നെ സഹോദരന്മാരെ അനുഗ്രഹിക്കുക. 49. ഈ അനുഗ്രഹം എല്ലാം കരഞ്ഞിട്ട് ചെയ്തൊരു കാര്യം. 33 യാക്കോബ് തൻ്റെ പുത്രന്മാരുടെ ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു. കാൽ കല്ലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ടു. ഇങ്ങനെ മരിക്കണം, മരിക്കുവാണെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തി അനുഗ്രഹമൊക്കെ പറയാനുള്ളത് ഒരൊറ്റ മരിക്കുക. കാലൊക്കെ എടുത്തു വെച്ച് പ്രാണനെ വിട്ടു. ഇതേ പറഞ്ഞ ജോസഫിനും ഉണ്ടായി. ജോസഫ്, അപ്പൊ ജോസഫിന്റെ ഒരു 50-ാമത്തെ അധ്യായത്തിൽ കണ്ടോ, ജോസഫ് രാജാവാണ്, മിസ്രൈമിലെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് അറിയാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ അപ്പം മരിച്ചപ്പോൾ മുഖത്ത് വീണ് കരഞ്ഞു. പ്രധാനമന്ത്രി അന്ന് മരിച്ചു മറന്നുപോയി. 70 ദിവസം വിലാപം കഴിച്ചു. എന്നിട്ട് വീണ്ടും കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് ജോസഫ് ഇസ്രായേലിന് സ്വതന്ത്രം വിട്ടു. 40 ദിവസം കഴിഞ്ഞു. 70 ദിവസം വിലാപം കഴിച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ അടക്കാൻ പോവുകയാണ്. അപ്പനെ അടക്കാൻ അനുവാദത്തിന്. അങ്ങനെ രഥങ്ങളും കുതിരകളും അവനോടുകൂടെ പോയി. അവർ എത്ര വലിയ കൂട്ടമായിരുന്നു. വിലാപം കണ്ടിട്ട് ഇസ്രായേലിലെ മഹാവിലാപം എന്ന് പറഞ്ഞു. അവനെ അവിടെ അടക്കം ചെയ്തു. മക്ബേല ഗുഹി ജോസഫ് അപ്പനെ അടക്കിയ ശേഷം അവന് സഹോദരന്മാർ അവനെ അടക്കുവാൻ കൂടെ പോരുന്ന എല്ലാ മിസ്രൈമിലേക്ക് മരിച്ചു മടങ്ങി വന്നു. ഇത് വലിയൊരു കാര്യമാണ്. പോകേണ്ട കാലഘട്ടത്തിൽ അടക്കങ്ങൾക്ക് പാടായെങ്കിലും ഉറ്റവരെ ഉടയവരെയും മാന്യമായിട്ട് അടക്കണം. അവിടെ നമ്മൾ ഏറ്റവും മാന്യമായിട്ട് മരിച്ചവരെ അടക്കുക എന്നുള്ളതായിരുന്നു പഴയ നിയമ സംസ്കാരം. യേശു കർത്താവിന്റെ കാര്യത്തിൽ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ. മരിച്ചവർക്ക് ഏറ്റവും നല്ല യാത്രയിൽ പോകുക, ഏറ്റവും നല്ല യാത്ര. അത് ആർഭാടമൊന്നുമല്ല, ഏറ്റവും നല്ല യാത്ര, മാന്യമായ യാത്ര. എല്ലാവരും കൂടെ പോയി. പോകാവുന്നത്തോളം ആളുകൾ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചാൽ പോകണം. പൈസയൊന്നും നോക്കല്ലേ, ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കരുത്. ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ഞാൻ തന്നെ പോയ എത്ര രൂപയാകത്തുള്ളൂ, ഞാനും പിള്ളേരും കൂടെ രൂപ പോയ എത്ര ആകും, ഞാനും ഭാര്യയും കൂടെ പോയ എത്ര ആകും. അതുകൊണ്ട് പിള്ളേരെ വീട്ടിൽ നിർത്തിയിട്ട് പോകല്ലേ. എല്ലാവരും കൂടെ പോയി പഠിപ്പിച്ചു ജോസഫ്. അപ്പം ചെന്നപ്പോൾ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് മക്ബേല പോയി. അത് നിങ്ങളുടെ നാട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ എല്ലാവരും പോകണം. അനുവാദമൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവരും പോകണം. അവധിയൊക്കെ എടുത്തുകൊണ്ട് പോകണം. എന്താ കാര്യം എന്നറിയോ? അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് പിള്ളേരെ കൊണ്ടുപോയ ടിക്കറ്റ് ലാഭിക്കാതൊന്നും പറയല്ലേ. പഠിപ്പിച്ചു ജോസഫ്. എല്ലാവരും കൂടെ പോയി. ഏതായാലും ഒരു ജീവിതം പോയി. മഹാപ്രലാപം കഴിച്ചു. വിലാപം എല്ലാം കഴിച്ച് ജോസഫ് ഒരു കാര്യം പറഞ്ഞു. മക്കളെ വിളിക്കുമ്പോൾ അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ്, അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പേടിയായി. എന്താ പേടിച്ചത്? ജോസഫിന്റെ മട്ട് മാറുമോ? അപ്പം മരിച്ചു പോയില്ല, ഇനിയും സഹോദരന്മാരോട്. അപ്പൊ അവരൊരു കള്ളത്തരം ഉണ്ടാക്കി. കള്ളത്തരം എന്താ? അവർ ജോസഫിന്റെ അടുക്കൽ വെച്ച് പറയാം, അപ്പൻ മരിക്കും മുമ്പ് നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് ജോസഫിനോട് പറയുവിനെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ യാക്കോബ് പറഞ്ഞു, ഇല്ല.
അപ്പൊ ഇവരോർത്തു യാക്കോബ് മരിച്ചു കഴിയുമ്പോൾ ജോസഫ് ഇനി പ്രതികാരം ചെയ്യും. അങ്ങനെ ചെയ്യരുതെന്ന് അപ്പം പറഞ്ഞെന്ന് അവരോട് പറയും. അതുകൊണ്ട് അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും ജോസഫ് കരഞ്ഞു. ജോസഫ് ഉടനെ പറയുക, അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഉടനെ 19-ാമത്തെ വാക്യം, ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നു. അടിവരയിടണം. പ്രതികാരം ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളത്. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്താൽ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ആരും പ്രതികാരം ചെയ്യരുത്. പ്രതികാരം യഹോവയ്ക്കുള്ളത്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവം ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി. അടിവരയിട്ടെ, നിങ്ങൾ എനിക്ക് ദോഷത്തിന് ചെയ്തു, പക്ഷെ ദൈവമോ ബഹുജനത്തിന് ഗുണമായി തീരേണ്ടതിന് അതാക്കി മാറ്റി. നമ്മൾ പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യുന്നത്, ദോഷം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ഗുണമാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗുണമാക്കി. എന്നിട്ട് പറയാം, ഞാൻ പ്രതികാരം ചെയ്യാൻ ദൈവത്തിന്റെ സ്ഥാനത്തല്ല, ദൈവം എനിക്കത് ഗുണമാക്കി. എല്ലാവർക്കും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുന്നു പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ജോസഫ് 110 സംവത്സരം ജീവിച്ചു. എബ്രഹീമിന്റെ 3-ാം തലമുറയിലെ മക്കളെ കണ്ടു. എന്ന് പറഞ്ഞാൽ 4 തലമുറകൾ. മനശ്ശെയുടെ മകനായ മാക്കീറിന്റെ മക്കൾ ജോസഫിന്റെ മടി വളർന്നു. മക്കളെ കണ്ടു. മനശ്ശെയുടെ മക്കൾ, മാക്കീറിന്റെ മക്കൾ, 4 തലമുറ. എന്നിട്ട് ജോസഫ് ചെയ്തു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിച്ച് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥികളെ കൊണ്ടുപോകണം പറഞ്ഞു. അസ്ഥികൾ. ഇതെന്താ അർത്ഥം? യാക്കോബിന് കുരിശിന്റെ ദർശനം വരെ കിട്ടിയുള്ളൂ. പക്ഷെ ജോസഫ്, അതുകൊണ്ടായിരിക്കണം കൈകളെ പിണച്ച് വെച്ചത്. പക്ഷെ ജോസഫിനോ പുനരുത്ഥാന ദർശനം കിട്ടി. കല്ലറയിലുള്ളവർ കല്ലറകൾ തുറക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. ഈ അസ്ഥികൾ ജീവിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കും. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥിയുടെ കൊണ്ടുപോകണം. പുനരുത്ഥാന ദർശനം, കല്ലറയ്ക്കപ്പുറത്തുള്ള ഒരു ദർശനം. ജോസഫിനത് കിട്ടി. ഇനി ഏറ്റവും വലിയൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുക എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന നോക്കിയേ. പ്രധാനമന്ത്രിയായിരുന്ന ജോസഫ്, രഥങ്ങളെ പൂട്ടിക്കൊണ്ടുവന്ന ജോസഫ്, ബുദ്ധിജീവിയായ ജോസഫ്, എല്ലാ വസ്തുവും ഫറവോനെ എഴുതി മേടിച്ചത് ജോസഫ്, ഫറവോനെ മഹാപ്രഭുവാക്കി ധനവാനാക്കിയ ജോസഫ്, ആ രാജ്യത്തിലെ 2ാമനായിരുന്ന ജോസഫ്. പക്ഷെ ജോസഫിനെ അവസാനം എവിടെ വെച്ചു? ശവപ്പെട്ടിക്കകത്ത് വെച്ചു. പുസ്തകം അവസാനിക്കുക, 50 അധ്യായത്തെ ചരിത്രം അവസാനിക്കുന്നത് പെട്ടി വെച്ചു. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്ന എന്ത്? ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ നിഗളിക്കുന്ന എന്ത്? ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ബലവാൻ തന്റെ ബലത്തിൽ ആശ്രയിക്കുന്ന എന്ത്? എന്തിനാ ഈ ബലത്തിലൊക്കെ ആശ്രയിക്കുക? രസകരമായൊരു പോസ്റ്റ് ഒരാൾ അയച്ചത്, അതെനിക്ക് രസം തോന്നി. ഈ മനുഷ്യരെല്ലാവരും അങ്ങനെ പോവുകയാണ്. പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാവരും ഭയങ്കര ഡയറ്റൊക്കെയാണ്. എന്തിനാ? ഒത്തിരി നാൾ ജീവിക്കാൻ. പക്ഷെ കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടോണം, ഒത്തിരി എക്സസൈസ് ഒന്നും ചെയ്യണ്ടെന്ന് പറയുക ഒരാൾ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഉപദേശമായിട്ട് എടുക്കണ്ട. ഇപ്പൊ എല്ലാവരും കൃത്യം എക്സസൈസ്, നല്ല ഡംബിൾസ് ഒക്കെ എടുത്ത്, പിള്ളേരാരും ഇപ്പം ചോറൊന്നും കഴിക്കത്തില്ല. ലെസ് കാർബോ, മോർ പ്രോട്ടീൻ. എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസും ഒക്കെ. പക്ഷെ ഒരാൾ എഴുതിയിരിക്കുക, രസകരമായൊരു കാര്യം ശ്രദ്ധിക്കുക. ട്രെഡ്മില്ലിന്റെ ഉപജാതാവ് 54-ാമത്തെ വയസ്സിൽ ചത്തുപോയി. നമ്മളെ എല്ലാം ഇട്ട് ഈ ഓടിക്കുന്ന അങ്ങേരെ, നമ്മളെ ഇട്ട് ഓടിക്കത്തില്ലേ? ട്രെഡ്മില്ലെ കയറ്റി ഓടുക 45. അയാള്
54-ാമത്തെ വയസ്സിൽ ചത്തു. ജിംനാസ്റ്റിക് കണ്ടുപിടിച്ച ആൾ 57-ാമത്തെ വയസ്സിൽ ചത്തു. ഇതുപോലെ പടച്ച് പെൺപിള്ള ഇങ്ങനെ കണ്ടിട്ടില്ല. അവര് 57-ാമത്തെ വയസ്സിൽ മരിച്ചു. ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ 41-ാമത്തെ വയസ്സിൽ ചത്തു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ മറഡോണ 60-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ നമ്മളെല്ലാവരും പറയും KFC കഴിക്കരുത്, കാരണം അത് ഒത്തിരി കഴിച്ചാൽ അഴുക്കാണ്. KFC കണ്ടുപിടിച്ച മനുഷ്യൻ 94 വയസ്സ് വരെ ജീവിച്ചു. അയാൾ KFC കഴിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ട്രെഡ്മില്ല് കണ്ടുപിടിച്ചവൻ 54-ാമത്തെ വയസ്സിൽ. ന്യൂറ്റെല്ല ബ്രാൻഡ് കണ്ടുപിടിച്ച ആള് 88 വയസ്സ് വരെ ജീവിച്ചു. ഓപ്പിയം കണ്ടുപിടിച്ച ആള് 116 വയസ്സ് വരെ ജീവിച്ചു. മുയല് രാവിലെ എപ്പോഴും മേലോട്ടും താഴോട്ടും ചാടും, എക്സസൈസാ. എപ്പോഴും മുയൽ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ചാടിച്ചാടിയാ നടക്കുന്നത്, കണ്ടിട്ടില്ലേ? മുയലിങ്ങനെ ചാടിച്ചാടിയല്ല പോന്നേ. ഈ മുയൽ മേലോട്ടും താഴോട്ടും ചാടിയാൻ കയറും. മുയലിന്റെ ആയുസ് 2 വർഷമേ ഉള്ളൂ. എപ്പോഴും എക്സസൈസ്, 2 വർഷം കൊണ്ട് ചത്തു. പക്ഷെ വ്യായാമം ചെയ്യാത്ത ആമ 400 വർഷം ജീവിക്കും. അതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദങ്ങൾ എടുക്കാതിരിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, മനസ്സിനെ തണുപ്പിക്കുക, ശാന്തമായിരിക്കുക, വല്ലതും കിട്ടുമ്പോൾ നല്ലപോലെ സ്വന്തം ചെയ്ത് കഴിക്കുക. ട്രെഡ്മില്ല് കണ്ടുപിടിച്ചാലും ചത്തുപോയി, ജിംനാസ്റ്റിക് കണ്ടുപിടിച്ചാലും ചത്തുപോയി, മേലോട്ടും താഴോട്ടും ചാടുന്ന ആമയും ചത്തു, അല്ല മുയലും ചത്തു. ആമ പക്ഷെ ചുമ്മാ കിടന്നുറങ്ങി തലയും വലിച്ച് 400 വർഷം ചെയ്യും. എല്ലാം ഓടിയിട്ട് എന്താ പറ്റി? പെട്ടി വെച്ചു. ഇതാണ് മനുഷ്യന്റെ അവസാനമെങ്കിൽ. എന്തിനാണ് ഈ പിണക്കം? എന്തിനാണ് ഈ അഹങ്കാരം? എന്തിനാണ് ഈ നികളം? ബലവാൻ തന്റെ ബലത്തിൽ, സൗന്ദര്യമുള്ളവർ തന്റെ സൗന്ദര്യത്തിൽ, ധനവാൻ തന്റെ ധനത്തിൽ, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ. എന്തിനാണ് പ്രശംസിക്കുക? എല്ലാവരെയും കൊണ്ട് ഇവിടെ പെട്ടി നിൽക്കും. എന്തോ ഒരു ബഹളമാണ് മനുഷ്യൻ. അപ്പൊ എല്ലാവരുടെയും പുറകെ ഒരു കാര്യമുണ്ടെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു, പെട്ടിയുണ്ട്. ജന്മം മുതൽ ജനിച്ചു പോയോ ഒരു പെട്ടി പുറകെ ഉണ്ട്. എന്തുമാത്രം വിനയപ്പെടണം, എന്തുമാത്രം സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നമുക്ക് അടുത്ത ആഴ്ച ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് 1-ാമത്തെ പുസ്തകം ഒന്ന് മനസ്സിലാക്കണം. അവസാനിക്കുന്നു പെട്ടി വെച്ച്. ഇതാകുന്നു മനുഷ്യന്റെ അവസാനം. അതുകൊണ്ട് ഓരോ ദിവസവും പറയുക, കല്ലറ തുറക്കും, കല്ലറകൾ തുറക്കും. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. കല്ലറ തുറക്കും, കുരിശിന്റെ ദർശനം കൈമാറും. ആര് ദോഷത്തിലാണ് ചെയ്താലും ദൈവം നന്മയാക്കും. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചു. കൃത്യമായി സംസാരിക്കുന്ന ദൈവം, നിന്റെ കണ്ണടയ്ക്കുന്ന ആരാന്ന് വരെ പേഴ്സണലി പറയുന്ന ഒരു ദൈവം. ആ ബന്ധം ഇന്നും സാധ്യം. അതിനുവേണ്ടി സമർപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.